എൻ്റെ പേര് ശ്രീരാജ് രവീന്ദ്രൻ, സിനിമാറ്റോഗ്രാഫറാണ്. ഞാൻ ചെയ്ത തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയുടെ ലൊക്കേഷൻ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തിങ്കളാഴ്ച നിശ്ചയത്തിൻ്റെ സംവിധായകൻ സെന്ന ഹെഗ്ഡെയുടെ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് അദ്ദേഹം ചെയ്ത ഒരു കന്നഡ സിനിമയിലൂടെയാണ്. കഥയൊന്തു ശുരുവാಗಿದೆ എന്ന് പറയുന്നൊരു കന്നഡ സിനിമയ്ക്ക് ഞാൻ തന്നെയാണ് ക്യാമറ ചലിപ്പിച്ചതും. അപ്പം ആ സിനിമയിൽ നിന്നാണ് ഞങ്ങളുടെ തമ്മിലുള്ള ഈ ഒരു പരിചയം തുടങ്ങുന്നത്. അതിൽ ക്യാമറ മാത്രമല്ല, അതിൻ്റെ എഡിറ്റിംഗ് സൈഡിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു എഡിറ്റർ ടേൺഡ് സിനിമാറ്റോഗ്രാഫറായ ആളായതുകൊണ്ട് ഞാനും അദ്ദേഹം കൂടെ തന്നെയാണ് ആ സിനിമയുടെ എഡിറ്റിംഗ് എല്ലാം കൈകാര്യം ചെയ്തത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എഡിറ്റിങ്ങിൽ 3-4 മാസത്തോളം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള ചില സെൻസിബിലിറ്റീസും അല്ലെങ്കിൽ സിനിമയുടെ അഭിരുചികളെല്ലാം കുറേ സാമ്യമുണ്ട് എന്ന് മനസ്സിലാവുന്നൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ കൂടുതൽ മറ്റ് കഥകളും മറ്റുമൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അത്തരത്തിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് അടുത്തൊരു സിനിമ ഇനി എന്ത് എന്നുള്ള ആലോചനകളിലായിരുന്നു. അപ്പോൾ ഒരു കന്നഡപ്പടം ഒരു സിനിമ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത് പല കഥകളും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് സെന്ന ഹെഗ്ഡെയുടെ അടുത്തേക്ക് ഒരു ഫഹദ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഒരു കഥ പറയാനായിട്ട് ചെല്ലുന്നതും. പക്ഷെ നമുക്ക് ആ ഒരു കഥ വർക്കാവാത്തതുകൊണ്ട് പുള്ളി വേറൊരു കഥ ഈ ഫഹദിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിലേക്ക് അവർ എത്തുകയും ചെയ്തു. അതായിരുന്നു തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ആദ്യത്തെ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ സ്ഥിരമായിട്ട് ടച്ചിലുണ്ട് ഡയറക്ടറുമായിട്ട്. അപ്പൊ ഈ കഥയുടെ ഓരോ അപ്ഡേറ്റ്സും എൻ്റെ അടുത്ത് പറയാറുണ്ട്, വിളിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ കാഞ്ഞങ്ങാടേക്ക് ഞാൻ പോവുകയുണ്ടായത്. കാഞ്ഞങ്ങാട് ചെന്ന് ഞങ്ങൾ 3 പേരും ഇരുന്നിട്ട് ഇത് ഡിസ്കസ് ചെയ്തു. സംസാരത്തിനിടയിൽ പുതിയ ചില ക്യാരക്ടേഴ്സിനെ എൻ്റെ സജഷൻസ് എല്ലാം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ ഓരോ സീനിൽ വരുന്ന ചില ചേഞ്ചസും മറ്റുമായിട്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഡിസ്കഷൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചത്, എന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നിനക്കും കൂടെ ഇരുന്നൂടെ എന്നുള്ള പോലെ ചോദിക്കേണ്ടായത്. അത് ട്രൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സിൽ സിനിമ ഉണ്ടെങ്കിൽ അത് പേപ്പറിലേക്ക് ആക്കേണ്ട ഒരു കാര്യമുള്ളൂ എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ട് ശരി ചെയ്യാമെന്നുള്ള പോലെ പറയുകയും പിന്നീട് ഞാനും ആ റൈറ്ററുമായിട്ട് ചേർന്ന് ഞങ്ങൾ പിന്നീട് കുറേ സീനുകൾ ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ടോട്ടലി ഒരു ഡിസ്കഷനിലൂടെയാണ് പതുക്കെ ഈ തിങ്കളാഴ്ച നിശ്ചയം നമ്മളിപ്പോൾ കാണുന്നൊരു സിനിമയുടെ രീതിയിലേക്ക് ഇവോൾവ് ആയി വന്നത്. ആ രീതിയിൽ ഞങ്ങൾ വളരെ ന്യൂട്രൽ മലയാള ഭാഷയിൽ ഒരു സിനിമ, ഒരു സാധാരണ ഇറങ്ങുന്ന ഒരു നോർമൽ മലയാള സിനിമ എന്ന് വെച്ച് ഒരു കമേഴ്ഷ്യൽ സിനിമ, ആ ഒരു ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മലയാള സിനിമയിലുള്ള കുറച്ച് ആക്ടേഴ്സായിട്ട് സംസാരിക്കുകയും പ്രൊഡക്ഷൻ നടത്താനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടത്തി തുടങ്ങിയിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എറണാകുളത്ത് വന്ന് ഫ്ലാറ്റ് എടുത്ത് താമസിക്കുകയും എല്ലാ സിനിമാക്കാരെയും പോലെ താമസിച്ച് അന്ന് തിങ്കളാഴ്ച നിശ്ചയത്തിന് ഒരു ഫീമെയിൽ സെൻട്രിക് ആയിരുന്നു കുറച്ചും കൂടെ. അതിൻ്റെ ക്ലൈമാക്സ് എല്ലാം വരുന്നത് അതിലെ മുഖ്യ കഥാപാത്രം വിജയന്റെ മകൾ സുജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ ഒരു വലിയൊരു ക്ലൈമാക്സ് എൻഡിങ്ങിലൂടെയൊക്കെ ആയിരുന്നു സിനിമ അവസാനിച്ചിരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു മെയിൻ സ്ട്രീം നായിക 1-2 പേരോട് കഥകളെല്ലാം പറഞ്ഞു. എന്തുകൊണ്ടോ അത് പലയിടത്തും നമുക്ക് ഒത്തുപോവാത്തൊരു സാഹചര്യങ്ങളൊക്കെ വരാനിടയായി. അപ്പൊ ഡയറക്ടറുടെ ഒരു കോളായിരുന്നു അവസാനം, ഇതിങ്ങനെയൊന്നും പോയാൽ ശരിയാവില്ലടാ, ഇത് നമുക്ക് നമ്മുടെ ഭാഷയിൽ തന്നെ കാഞ്ഞങ്ങാട് പോയിട്ട് ചെയ്യാം എന്നുള്ളൊരു കോള് പുള്ളി എടുത്തതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ നിരാശനായിരുന്നു അതിൽ. കാരണം ഞാൻ മനസ്സിൽ കണ്ടിരുന്നത് ഓക്കെ നമുക്ക് മലയാളത്തിൽ ഒരു മെയിൻ സ്ട്രീം സിനിമ ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ. കാരണം കന്നഡയിലാണ് മുമ്പ് സിനിമ ചെയ്തത്, അടുത്ത് മലയാളത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ നല്ല ആക്ടേഴ്സിനെയൊക്കെ വെച്ച്, പോപ്പുലർ ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ചൊക്കെ ഒരു സിനിമ ചെയ്യാമെന്നുള്ളൊരു ചിന്താഗതിയിലായിരുന്നു. പക്ഷെ അന്ന് ഡയറക്ടർ സിന്നാഭായി എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ സിനിമയിലൊരു സാധനം ഉണ്ടോ, നീ എൻ്റെ കൂടെ വിശ്വസിച്ച് നിൽക്ക്, ഇത് എവിടെയെങ്കിലൊക്കെ എത്തും ഈ പടം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പിന്നീട് നമ്മൾ ഡയറക്ടറിൽ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. സ്ക്രീൻ പ്ലേ എല്ലാം ഏതാണ്ട് പൂർത്തിയായതിനു ശേഷം നമ്മൾ കൊച്ചിയിൽ ആദ്യം സിനിമ കൊച്ചി അല്ലെങ്കിൽ മധ്യ കേരളത്തിന്റെ പരിസരങ്ങളിലൊക്കെ ചെയ്യാമെന്നുള്ളൊരു ധാരണയിലേക്കാണ് ആദ്യം എത്തിയത്. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് അതില് ഈ പറയുന്ന മുഖ്യ കഥാപാത്രമായിട്ടുള്ള വിജയന്റെ വീടിനെ പറ്റി നമ്മൾ പരാമർശിക്കുന്നത് വണ്ടി മുറ്റത്തെത്താത്തൊരു വീട് എന്നുള്ള നിലയ്ക്കാണ്. അതായത് സ്റ്റെപ്പുകൾ വേണം വീട്ടിലേക്ക് കയറി ചെല്ലാൻ, സ്റ്റെപ്പുകളാണ്. ചിലപ്പോൾ ഒരു 2 വീലറോ മറ്റോ വീടിന്റെ ഒരു വശത്ത് കൂടെ കയറി വന്നേക്കാം. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ഒരു വീടായിരിക്കണം ഇത് എന്നുള്ളൊരു ഇമേജ് മനസ്സിലുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ കണ്ട് മനസ്സിലെപ്പോഴേക്കോ കണ്ടുപോയിട്ടുള്ള സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ കേരളത്തിൽ പലയിടത്തും കണ്ടിട്ടുള്ള ചില വീടുകളുടെയൊക്കെ ഒരു ഇമേജ് മനസ്സിൽ കിടന്നിട്ടാണ് അത്തരത്തിലൊരു വീടാക്കാമെന്ന് നമ്മൾ കരുതിയത്. അപ്പോൾ നമ്മൾ ചില ലൊക്കേഷൻ മാനേജേഴ്സിനോടൊക്കെ സംസാരിക്കുകയും
അപ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ കിട്ടിയത് നമ്മൾ ചില സിനിമകളുടെ റെഫറൻസ് ഒക്കെ പറഞ്ഞു, ഇന്ന സിനിമയിൽ ഇങ്ങനെ ഒരു വീട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അധികം പേരും പറയുന്നത് അത് തൊടുപുഴ ഭാഗത്താണ്, തൊടുപുഴ മൂവാറ്റുപുഴ ഭാഗങ്ങളിലൊക്കെയുള്ള വീടുകളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള വീടുകളുണ്ട് എന്നെല്ലാം പറഞ്ഞ് ശരി, ഞങ്ങൾ അതെല്ലാം പോയി കണ്ടു, പല ലൊക്കേഷൻസും കണ്ടു, കുഴപ്പമില്ലാന്ന് തോന്നി ചില ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ഭാവി മാറുന്നത്. നമ്മൾ ഇവിടെ ഷൂട്ട് ചെയ്യുന്നതിന് പകരം നേരെ കാഞ്ഞങ്ങാടേക്ക് പോവാം, അവിടെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടുള്ള ചോദ്യം ഇതായിരുന്നു, ശരി നമുക്ക് ഇവിടെ ചെയ്യാം, ആക്ടേഴ്സിനെ നമുക്ക് കണ്ടെത്താം, അത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ ഇത് എവിടെ ചെയ്യും? കാഞ്ഞങ്ങാട് ഇത്തരത്തിലുള്ളൊരു വീട് നമുക്ക് വേണം. കാരണം ഈ വീടിന്റെ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള കഥയിൽ കുറെ മാറ്റങ്ങൾ വരും. കാര്യം വീടിന്റെ മുന്നിലേക്ക് വണ്ടി എത്തുമെന്ന് പറയുമ്പോൾ വിജയന്റെ ചിലപ്പോൾ ഒരു എക്കണോമിക് സ്റ്റാറ്റസ് മാറിയേക്കാം, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ ഈ വീടിനും ഈ ചുറ്റുപാട് എന്ന് പറയുന്ന ഈ ഒരു ലൊക്കേഷന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലൊരു വീട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പിന്നെ ഒരു ചലഞ്ചായിട്ട് വന്നത്. കാഞ്ഞങ്ങാട് നമ്മൾ വന്നതിന് ശേഷം ചുറ്റുവട്ടത്തെല്ലാം പോയി കണ്ടു, ചെറിയ ചെറിയ വീടുകളെല്ലാം കണ്ടു. പഴയ വീടായിരിക്കണം, അതൊരു പ്രധാന കാര്യമായിരുന്നു. അപ്പോൾ കുറച്ച് വീടുകളെല്ലാം പോയി കണ്ടു. പക്ഷെ പഴയ വീട് കിട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ റോഡ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ നല്ല തിരക്കുള്ള സ്ഥലത്തായിരിക്കും. രണ്ടാമതൊരു പ്രശ്നം നമുക്ക് സിങ്ക് സൗണ്ട്. നമ്മൾ ചെയ്ത സിനിമകളെല്ലാം തന്നെ സിങ്ക് സൗണ്ടിൽ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് റോഡ് സൈഡിലെ വീടുകളൊന്നും തന്നെ പറ്റില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ കുറെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി എന്ത് ചെയ്യുമെന്ന് കുറെ ആലോചന. അപ്പോൾ നമ്മൾ ചുറ്റുവട്ടത്തുള്ള സുഹൃത്തുക്കളോടും അവിടെ കാഞ്ഞങ്ങാടുള്ള എല്ലാവരോടും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചില ആൾക്കാർ സജസ്റ്റ് ചെയ്തു, കാഞ്ഞങ്ങാട് നിന്ന് മാവുങ്കാൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ റാണിപുരം എന്നൊക്കെ പറയുന്നൊരു ഹൈ റേഞ്ച് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇത്തരത്തിലുള്ള ചില വീടുകൾ കണ്ടിട്ടുണ്ട്, റോഡ് സൈഡിലും മറ്റും സ്റ്റെപ്പ് കയറി മേലേക്ക് കയറുന്ന പോലത്തെ വീടുകൾ കണ്ടിട്ടുണ്ട് എന്ന് ചിലരിങ്ങനെ സൂചിപ്പിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിച്ചു, നേരെ റാണിപുരത്തേക്ക് പോവാം. റാണിപുരത്തും ഭാഗത്തേക്കൊക്കെ കുറേ റോഡിലൂടെ സഞ്ചരിച്ചു. ചില വീടുകൾ ഇഷ്ടപ്പെടും, എന്നാൽ അത് റോഡ് സൈഡിലാണ്, ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, ബസ് റൂട്ടാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ നമ്മളിത് ഒരു മാനേജർ ബേസ്ഡ് വർക്കിംഗ് ആയിരുന്നില്ല. കാര്യം എന്താ വെച്ചാൽ കാഞ്ഞങ്ങാടും മറ്റും സിനിമകൾ അങ്ങനെ അധികം വരാത്തൊരു സമയമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലൊക്കേഷൻ മാനേജറൊന്നും ഇല്ല. നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഒരു ശങ്കർ ഉണ്ടായിരുന്നു, സെന്നാക് ഡേയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ ശങ്കർ ആ നാട്ടുകാരനായതുകൊണ്ട് ശങ്കറും അതുപോലെ സെന്നാക് ഡേയുടെ ഡ്രൈവറായിട്ടുള്ള വിബി ഇപ്പോൾ കുറെ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് പല വേഷങ്ങളിലെല്ലാം. അപ്പോൾ ഇവർ രണ്ടുപേരായിരുന്നു നമുക്ക് ഈ ലൊക്കേഷൻ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത്. ഇവര് അവരുടേതായിട്ടുള്ള പല സുഹൃത്തുക്കളെ വിളിക്കും, പല ഭാഗത്തും വിളിച്ചൊക്കെ ചോദിച്ച് അവസാനം നമ്മൾ റാണിപുരം ഭാഗത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവാണ്. വിബി ഉണ്ടാവും, ഞാനും ശങ്കറും ഉണ്ടാവും. ഞങ്ങൾ മൂന്നുപേരും കൂടെ കാർ എടുത്ത് അവിടെ കാണുന്ന വഴികളിലേക്കൊക്കെ തിരിഞ്ഞു കയറുകയാണ്. റാണിപുരം ഭാഗത്തേക്ക് പോവും, പെട്ടെന്ന് റൈറ്റ് സൈഡിലേക്ക് പോയണ്ടോ ആ വഴി പോയി നോക്കാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയി നോക്കാം. അങ്ങനെ യാത്ര ചെയ്ത് ഒരു പോയിന്റിൽ നമുക്ക് ഒരു ദിവസത്തെ റെക്കി നമ്മൾ മതിയാക്കി, ഒരു 3-4 ദിവസമായി മതിയാക്കി പോവാനായിട്ട് ഒരു റോട്ടിലേക്ക് വണ്ടി ഒന്ന് ബാക്ക് വെച്ച് വളച്ചതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ ഈ വഴി പോയില്ലല്ലോ, ഒന്ന് പോയി നോക്കിയേക്കാം. അങ്ങനെ വൈകുന്നേരം എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ആ വഴിക്കും പോയി. നമുക്ക് ഈ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതിലൊരു മനസ്സുമെടുക്കുന്ന ഒരു പോയിന്റ് ഒക്കെ ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചിലതൊന്നും കണ്ടാൽ നല്ലതാണെങ്കിലും ഇഷ്ടപ്പെടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെ കയറിപ്പോയപ്പോൾ കുറച്ച് അടയ്ക്കാമരങ്ങളെല്ലാം നിൽക്കുന്നതിന്റെ ഇടയിലായിട്ട് ദൂരെയായിട്ടൊരു വീട് കാണാനുണ്ട്. അതിൽ റോഡ് എങ്ങനെയാണ് കയറി പോകുന്നത് നമുക്ക് മനസ്സിലായില്ല. ഈ വീട് കണ്ടപ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചറൊക്കെ രസമുണ്ടെന്ന് തോന്നി. അപ്പൊ അങ്ങനെ തന്നെ ചുറ്റുമുള്ളവരോടൊക്കെ ഒന്ന് ചോദിച്ചു ഇതിന്റെ വഴി എന്താണെന്ന് കണ്ടുപിടിച്ചു. ഒരു കാടിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയൊരു വഴി അതിന്റെ ഉള്ളിലേക്കുള്ളൂ, കാർ അങ്ങോട്ട് കയറി പോവില്ല. അതെന്തുകൊണ്ടും നന്നായി, നമുക്ക് വേണ്ടതും അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ വണ്ടി അവിടെ ഒതുക്കി പതുക്കെ ഉള്ളിലേക്ക് കയറി ചെന്ന് ആ വഴിയിലൂടെ കയറ്റമൊന്നുമില്ല, ജസ്റ്റ് കയറി ചെന്ന് വീടിന്റെ മുന്നിലെത്താറായുമ്പോൾ ഞാൻ കാണുന്ന ചെറിയൊരു സ്റ്റെപ്പാണ്. നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ ഒരു 10-20 സ്റ്റെപ്പ് ഒന്നും ഇല്ലെങ്കിലും ഒരു 6-7 പടികളുള്ള ചെറിയ കല്ലുകൾ, നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഒന്നും പറയാൻ പറ്റില്ല, എന്തൊക്കെയോ കല്ല് കൂട്ടി വെച്ച് ഒരാൾക്ക് അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി മേലേക്ക് കയറാവുന്ന പോലെ ഒരു ഇച്ചിരി പൊക്കം കാണാനുണ്ട്. അപ്പൊ ഞങ്ങൾ അതുവഴി കയറി അകത്തേക്ക് ചെന്ന് സംസാരിച്ചപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. എനിക്ക് അന്ന് പോയിട്ട് അവിടെ നിന്ന് ഞാൻ എടുത്ത വീഡിയോ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ വീഡിയോ എൻ്റെ പഴയ ഫോണിലുണ്ടായിരുന്നു. ഞാൻ അതൊരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഡയറക്ടർക്ക് അയച്ച വീഡിയോ ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അത് ഞാൻ ഒരു വീട് കണ്ടു. മൊത്തം കാട് പിടിച്ച് കിടക്കാണ് വീടിന് ചുറ്റും. പക്ഷെ എനിക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ അതേ സ്റ്റെപ്പ് കാണുന്നുണ്ട്, അത് നമുക്കൊന്ന് വൃത്തിയാക്കി നല്ല സ്റ്റെപ്പ് ആക്കേണ്ടി വരും. വണ്ടി ഇങ്ങോട്ട് എത്തില്ല, സൈഡിലൂടെ ഒരു വഴിയുണ്ട്. അപ്പൊ പറഞ്ഞു വരുമ്പോൾ നമുക്ക് വേണ്ട എല്ലാവിധ സ്വഭാവങ്ങളും ഒത്തുചേർന്ന് വരുന്നൊരു വീടായിരുന്നു അത്. പഴയ വീടാണ്, കാണാനൊരു പ്രത്യേക ക്യാരക്ടർ ഉണ്ട്. കാരണം ഈ സിനിമയിലെ ഒരു ക്യാരക്ടർ തന്നെയാണ് ആ വീടും. അപ്പൊ ആ നിലയ്ക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീടാണെന്ന് തോന്നി. അപ്പൊ അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം ഡയറക്ടർ അങ്ങോട്ട് വരികയുണ്ടായി. ഡയറക്ടറും കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് ആളും ഉറപ്പിച്ചു ഇത് തന്നെയാണ് വീട്. ഇതിന്റെ ഉള്ളിൽ ഇതിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഉള്ളിൽ സ്ഥലക്കുറവുണ്ട്, മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഡയറക്ടറും
സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ നീ എങ്ങനെ ഇനി ഷൂട്ട് ചെയ്യാമെന്നുള്ളത് നീ തീരുമാനിച്ചോ, വീട് നമുക്ക് ഇത് മതി എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് നമ്മൾ ആ വീടുമായിട്ട് മുന്നോട്ട് പോയത്. കാഞ്ഞങ്ങാട് തന്നെ പിന്നെ പ്ലേസ് ചെയ്യാമെന്ന് ഒരു തീരുമാനം എടുക്കാൻ 1-2 കാര്യം ഉണ്ടായിരുന്നു. അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ലൊക്കേഷനിൽ ഡയറക്ടർക്കുള്ള ഒരു കൺട്രോളാണ്. കാരണം അത് സെന്നാബായുടെ തന്നെ നാടായതുകൊണ്ട് പുള്ളിക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടത്തിയെടുക്കാനും മൊത്തത്തിൽ അതിനുള്ള ഒരു ലോക്കൽ സപ്പോർട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടും. കാര്യം അവിടെ ഞാൻ സൂചിപ്പിച്ച പോലെ മാനേജേഴ്സോ ലൊക്കേഷൻ മാനേജേഴ്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള, അതല്ലെങ്കിൽ പുള്ളിയെക്കാളും ഡയറക്ടറെക്കാളും വളരെ ജൂനിയർ ആയിട്ടുള്ള കുറച്ച് നല്ല ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ അവിടെ ചുറ്റിലും ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനും ഏതിനും അവർ പറഞ്ഞാൽ എടുത്ത് ചാടാൻ റെഡി ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ഗ്യാങ് ആണ്. അപ്പോൾ എന്താവശ്യം പറഞ്ഞാലും അവർ പെട്ടെന്ന് പോയി ചെയ്തു തരും. ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണെങ്കിലും 4 ബൈക്ക് എടുത്ത് എല്ലാവരും 4 വഴിക്ക് പോവും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ലോക്കൽ സപ്പോർട്ട്, നമുക്കൊരു സഹകരണം എല്ലാം കിട്ടും എന്നുള്ളതൊരു പ്രധാന കാരണമായിരുന്നു നമ്മളത് ആ ലൊക്കേഷൻ കാഞ്ഞങ്ങാട് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. രണ്ടാമതൊരു പ്രധാന കാരണം ഭാഷ തന്നെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് തൃശ്ശൂർ ഭാഷയും പാലക്കാട് അങ്ങനെ പലതും, കോട്ടയം, ഇത്തരത്തിലുള്ള ഭാഷ സംസാരിക്കുന്ന സിനിമകൾ കുറെ കണ്ടിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഇതേ സംവിധായകൻ തന്നെ 041 സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കാഞ്ഞങ്ങാട് ഭാഷയിൽ സംസാരിക്കുന്ന ഒരു സിനിമ ചെയ്തിരുന്നു, ഒരു ഇൻഡിപെൻഡന്റ് സിനിമ. അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ യൂട്യൂബിൽ വന്നിട്ട് അത് വല്ലാതെ ചർച്ചയായിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതിൽ സംസാരിക്കുന്ന ഭാഷ ഭയങ്കര ആൾക്കാർക്ക് ഒരു ഭയങ്കര കൗതുകമായിരുന്നു അത് കേൾക്കാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് അത് നമുക്ക് വീണ്ടും ഒന്ന് ആവർത്തിച്ചുകൂടാ, കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്ന ഒരു സിനിമയിൽ നമുക്ക് എന്തുകൊണ്ട് ട്രൈ ചെയ്തുകൂടാ? കാരണം കാസർഗോഡിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്ലാങ് ആണെങ്കിൽ ചിലപ്പോൾ പലർക്കും മനസ്സിലാവില്ല. കാഞ്ഞങ്ങാട് അതിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ ഭാഷയിൽ നിന്നൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ ഉള്ളൂ. ആൾക്കാർക്ക് കേൾക്കാനും വളരെ രസമാണ്, മനസ്സിലാവുന്ന ഒരു ഭാഷയാണ്. പെട്ടെന്ന് ബുദ്ധിമുട്ടുകളില്ലാതെ ബാക്കി എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ അതായിരുന്നു രണ്ടാമത്തെ ഒരു റീസൺ. നമുക്ക് സിനിമയ്ക്ക് പ്രത്യേക ഒരു ഫ്ലേവറും നമ്മളൊരു സാധാരണ പറയുന്ന ഒരു കാര്യം, ഒരു തമാശ പോലും ആ ഒരു സ്ലാങ് കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ ആൾക്കാർക്ക് ചിരിക്കാൻ തോന്നും ഒരുപക്ഷെ. സ്ക്രിപ്റ്റ് എല്ലാം പൂർത്തിയായി, നമ്മൾ ലൊക്കേഷൻ, നമുക്ക് വേണ്ട ഒരു ലൊക്കേഷൻ കാഞ്ഞങ്ങാട് കണ്ടെത്തി. ഇനി അടുത്തത് എന്താണെന്നുള്ളൊരു ചോദ്യം നമുക്ക് ആക്ടേഴ്സാണ്. അതായത് നമുക്ക് വേണ്ട രീതിയിൽ ആ ഭാഷ സംസാരിക്കുന്ന, എന്നാൽ ഒട്ടും തന്നെ അമെച്ചുറായിട്ട് തോന്നരുത്. ഈ സിനിമ അതിൻ്റെതായിട്ടുള്ള ഭംഗിയിൽ ആൾക്കാരിലേക്ക് എത്തണമെങ്കിൽ നല്ല ആക്ടേഴ്സ് വേണം. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മാക്സിമം എത്ര ആക്ടേഴ്സിനെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം. അപ്പൊ അതിനായിട്ട് ഏകദേശം കാസർഗോഡിന്റെ കാഞ്ഞങ്ങാടിന്റെ ചുറ്റുവട്ടത്തു നിന്നുള്ള എല്ലാ ആക്ടേഴ്സിനെയും വിളിക്കുന്ന രീതിയിൽ ഒരു കാസ്റ്റിംഗ് കോൾ നമ്മൾ അനൗൺസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഒരു ഓഡീഷനോ അല്ലെങ്കിൽ ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നോ മറ്റായിട്ടുള്ള ഒരു വീഡിയോ കണ്ടത്. അപ്പൊ അതിൽ ഞാൻ ഒരാളെ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് നമ്മുടെ ഒരു ഇപ്പോഴത്തെ മെയിൻ ഒരു ആക്ടറായിട്ടുള്ള രാജേഷ് മാധവനായിരുന്നു. അപ്പൊ രാജേഷിനെ ഞാൻ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടു. അപ്പം എന്റെ മനസ്സിൽ ഇദ്ദേഹം ഒരു കാസ്റ്റിംഗ് ഡയറക്ടറാണ്, നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയ്ക്ക് നമുക്ക് അയാളെ വിളിച്ചിട്ട് ഒന്ന് കാസ്റ്റിംഗ് ചെയ്യിപ്പിച്ചാലോ എന്നുള്ള പോലെ ഞാൻ സന്നബായിട്ട് സംസാരിച്ചു. അങ്ങനെ രാജേഷിനെ കോണ്ടാക്ട് ചെയ്തു. രാജേഷിനെ കോണ്ടാക്ട് ചെയ്തപ്പോഴാണ് ആ സത്യം നമ്മൾ അറിയുന്നത്. കാരണം രാജേഷും കാസർഗോഡുകാരനാണെന്നുള്ള സത്യം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. നമുക്ക് വേണ്ടതും ഇവിടെ നിന്നുള്ള ഒരാളെയാണ്, ഇവിടെ നിന്നുള്ള ആക്ടേഴ്സിനെയാണ് നമുക്ക് കണ്ടെത്തുന്നത്. രാജേഷിനാണെങ്കിൽ ഇവിടെയുള്ള തിയേറ്ററുകാരായിട്ടും നാടകം ചുറ്റിപ്പറ്റിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പല റൗണ്ട് ഓഫ് കാസ്റ്റിംഗ് പലയിടത്തും ചെയ്തു. നമുക്ക് കൊള്ളാൻ തോന്നുന്ന കുറച്ച് പേരെ ലാസ്റ്റ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് അവർക്കൊരു വർക്ക്ഷോപ്പ് കൊടുക്കാം. രാജേഷ് തന്നെ അവർക്കൊരു 2 ദിവസത്തെ വർക്ക്ഷോപ്പ് എല്ലാം കൊടുത്ത് ക്യാമറയ്ക്കും മറ്റുമൊക്കെ അവരെ ഫ്രണ്ട്ലി ആക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തി. അതിനുശേഷം ഓരോ ദിവസത്തെ വർക്ക്ഷോപ്പിൽ അവരെല്ലാവരും ജെല്ലായി വന്നു, കൂടുതൽ ബെറ്റർ ആവാൻ തുടങ്ങി. അവസാനം രാജേഷ് ചെയ്തൊരു കാര്യം, നമുക്ക് ലൊക്കേഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, ഈ വീട്. ഇവരെ നമ്മൾ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന്റെ ചുറ്റുവട്ടത്ത് ഓരോരോ സീനുകളും അല്ലെങ്കിൽ ഓരോന്നൊക്കെ ചെയ്യിച്ച് അവരെ ആ ലൊക്കേഷനുമായിട്ടും നല്ലപോലെ ഒന്ന് ജെല്ലാക്കി എടുത്തു ഷൂട്ടിന് മുമ്പായിട്ട്. അങ്ങനെ ആക്ടേഴ്സ് എല്ലാവരും റെഡിയായി, വീട് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ആർട്ട് ഡയറക്ടർ എല്ലാം വന്നു. ആർട്ട് ഡയറക്ടർ ഉല്ലാസ് എന്ന് പറഞ്ഞിട്ട് കന്നഡയിൽ വലിയ സിനിമകളെല്ലാം ചെയ്യുന്ന ഒരു ആർട്ട് ഡയറക്ടറാണ്. നമ്മളിനിപ്പോൾ ഷൂട്ടിന് ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ വീട് പോയി കണ്ടു. അപ്പൊ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ വീട് ഒരാൾ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടാണ്, രാജേന്ദ്രേട്ടൻ. അപ്പൊ രാജേന്ദ്രേട്ടൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ചുറ്റുപാടൊന്നും അത്ര വൃത്തിയായിട്ടൊന്നും സൂക്ഷിച്ചിട്ടൊന്നുമില്ല. കുറെ സ്ഥലത്തൊക്കെ കാട് കയറി, പല സ്ഥലത്തും ഓടെല്ലാം താഴേക്ക് ഇങ്ങനെ തൂങ്ങി തുടങ്ങി, തലയിൽ വീഴുമെന്നൊക്കെ നമുക്ക് പേടിയുണ്ട്. രാജേന്ദ്രേട്ടന് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെയാണ് സേഫ് വഴിയെന്ന്. പക്ഷെ ഷൂട്ടിങ്ങിന് ഒരു കൂട്ടം ആൾക്കാർ വരുമ്പോൾ അത് അങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരുടെയും സേഫ്റ്റി നമുക്ക് നോക്കണം.
അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വഴിയാണ്. ഈ വീടിന്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് സ്റ്റെപ്പിന്റെ താഴെ വരെ നമുക്ക് കാർ എത്തണം. സ്റ്റെപ്പിന്റെ താഴെ ഇപ്പോഴത്തെ അവസ്ഥയിലാണെങ്കിൽ കാറ് പോയിട്ട് ഒരാൾക്ക് നടന്നു വരാൻ മാത്രമേ പറ്റുള്ളൂ, ബൈക്ക് പോലും എത്തില്ല. അപ്പൊ ആദ്യം നമ്മൾ അവിടെ നിന്നാണ് ഒരു പരിപാടി തുടങ്ങിയത്. നമ്മളിപ്പോ റോട്ടിൽ നിന്ന് ഒരു കാറ് കയറി വരാൻ പാകത്തിന്, ജസ്റ്റ് ഒരു ചെറിയൊരു ഹാച്ച് ബാക്ക് കാറ് കയറി വരാൻ പാകത്തിന് ഒരു വഴി അങ്ങോട്ട് ആദ്യം വെട്ടുകയാണ് ചെയ്തത്. അവിടെ നിന്ന് പുല്ലും കാടും എല്ലാം വെട്ടിക്കളഞ്ഞ് ഒരു അടയ്ക്കാരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അടയ്ക്കാമരം നമുക്ക് അവിടെ നിന്ന് വെട്ടി മാറ്റേണ്ടി വന്നു, അവരുടെ പെർമിഷനോട് കൂടെ തന്നെ. പക്ഷെ അത് അവരെല്ലാവരും ഭയങ്കര സഹകരണമായിരുന്നു, സന്തോഷത്തോടെയാണ്. അതിനെന്താ വെട്ടിക്കും. രാജേന്ദ്രേട്ടൻ അങ്ങനെ അത്തരത്തിലുള്ള ഒരാളാണ്, ഭയങ്കര ജോളിയാണ്, എല്ലാവരുമായിട്ട് നല്ലപോലെ ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന ഒരാളാണ്. അടുത്തതായിട്ട് മെയിൻ എന്ന് പറയുന്നത് ഈ വീടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ചേട്ടൻ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് അവിടെ വലിയ പാചക പരിപാടിയൊന്നും കാര്യമായിട്ടില്ല. എന്തെങ്കിലും ചായ വെച്ച് കുടിച്ചാലായി എന്നുള്ള പോലെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ഞി വെക്കുന്ന ഒരു സെറ്റപ്പേ അവിടെ ഉള്ളൂ. പക്ഷെ നമ്മുടെ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു പ്രോപ്പർ വീടായിട്ട് നമുക്കിതിനെ മാറ്റണം. അപ്പൊ അടുക്കള ആ രീതിയിൽ നന്നാക്കി എടുക്കണം. അപ്പൊ അടുക്കളയെല്ലാം അധികം യൂസ് ചെയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ അവിടെ എല്ലാം വൃത്തിയാക്കി നമ്മൾ അത്യാവശ്യം ഒരു ഫാമിലി ജീവിക്കുന്ന രീതിയിലേക്ക് കുറെ തട്ടുകൾ അടിച്ചു, ചെറിയ അലമാരകൾ കൊണ്ടുവച്ചു, പാത്രങ്ങളെല്ലാം നിറച്ചു. ആ രീതിയിൽ അടുപ്പെല്ലാം വൃത്തിയാക്കി, വിറകൊരു സൈഡിൽ കൂട്ടി. അപ്പൊ അങ്ങനെയെല്ലാം ചെയ്ത് നമ്മൾ ആ അടുക്കള ഒരു നല്ല ലൈവ്ലി ആയിട്ടുള്ള ഒരു ഗൃഹനാഥ ആ വീട്ടിലുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ ഒരു അടുക്കളയാക്കി മാറ്റി. പിന്നീട് അതിന്റെ ഹോള്, എല്ലാ ഭാഗങ്ങളും, മുറികളായിക്കോട്ടെ, കിടക്ക, ഇതെല്ലാം നമ്മൾ നല്ലപോലെ മാറ്റിയെടുത്ത് അവർ ജീവിക്കുന്ന ഒരു പ്രോപ്പർ ഒരു അച്ഛനും അമ്മയും 2 മക്കളും ജീവിക്കുന്ന ഒരു വീട് എന്നുള്ള രീതിയിലേക്ക് തോന്നാവുന്ന രീതിയിൽ വേണ്ട ഓൾട്ടറേഷൻസ് എല്ലാം ചെയ്തെടുത്തു. അടുത്തൊരു കാര്യമായിരുന്നു ഞാൻ ഈ പറഞ്ഞ ഓടും മറ്റും പില്ലേഴ്സ് എല്ലാം. ഇതെല്ലാം തൂങ്ങി തുടങ്ങിയതിനെല്ലാം നമ്മൾ സപ്പോർട്ടായിട്ട് അത് മൊത്തത്തിലൊരു സ്ട്രെങ്തനിങ് ആർട്ട് ഡയറക്ടറും ടീമും കൂടെ മൊത്തത്തിൽ ആ വീടിന് പല ഭാഗത്തും ചെയ്തു. ചിലയിടത്തെല്ലാം എക്സ്ട്രാ കുറച്ച് പില്ലേഴ്സ് ആഡ് ചെയ്തു. റെക്കി ചെയ്ത സമയത്ത് നമ്മൾ ചില ഫോട്ടോസ് എല്ലാം എടുത്തിരുന്നു. അപ്പൊ ചില ഭാഗങ്ങളിലെ ഓടും സംഭവങ്ങളെല്ലാം നമ്മൾ മാറ്റണ്ടാന്നൊരു തീരുമാനം എടുത്തു. കാരണം നമുക്ക് ആ ഒരൊറ്റ ഫ്രെയിമിലൂടെ ചിലപ്പോൾ കഥ പറയാൻ പറ്റും. വിജയന്റെ ഒരു എക്കണോമിക് സിറ്റുവേഷൻ എന്താന്നുള്ളത്, ഇയാൾക്ക് ചില വിശ്വാസങ്ങളും ആദർശങ്ങളും ഒക്കെ ഇയാൾക്ക് ചില ഇതുകൾ ഉണ്ടെങ്കിലും ഫിനാൻഷ്യലി അയാൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പൊട്ടിപ്പോയ 5 ഓട് മാറ്റാൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് അത്രയും പ്രയോറിറ്റീസ് പോലും ഇപ്പൊ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല, മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അയാൾക്ക് ഉള്ളത് എന്നൊക്കെ നമുക്ക് ആ ഒറ്റ ഫ്രെയിമിലൂടെ ഒരു പക്ഷെ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരും. അപ്പോൾ ആ രീതിയിൽ ചില വീടിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇംപെർഫെക്ഷൻസ് നമ്മൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ലൈറ്റിങ്ങും മറ്റും എല്ലാം ചെയ്ത് ഷൂട്ടിങ് തുടങ്ങി. നല്ല ഫ്ലോയിൽ തന്നെ ഷൂട്ടെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സിനിമയിൽ അധികവും ഹാൻഡ് ഹെൽഡ് ആണ്. അപ്പൊ എൻ്റെ ഷോൾഡറിൽ തന്നെയായിരിക്കും മിക്കപ്പോഴും ക്യാമറ. അപ്പം അതെല്ലാം അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ എന്നാലും ചില ഷോട്ടുകൾക്ക് നമുക്ക് സ്റ്റഡി ക്യാമിന്റെ ഒരു ഉപയോഗം വേണ്ടി വരും എന്ന് തോന്നിയിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചെന്നൈയിൽ നിന്ന് ഒരു സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ വരികയാണ് ഉണ്ടായത്, രാജാറാം എന്ന് പറഞ്ഞിട്ട്. അപ്പം നല്ല ഗംഭീര സ്റ്റഡി ക്യാം ഓപ്പറേറ്ററാണ്. ഞാൻ അതിന് ശേഷവും പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ഇപ്പോഴും ടച്ചിലുണ്ട്. അപ്പോൾ പുള്ളിയായിട്ട് പരിചയപ്പെടുകയും പുള്ളിയായിട്ടൊരു ബോണ്ടിങ് ഒക്കെ നമുക്ക് കൂടാനുള്ള ഒരു റീസൺ ആയ ഒരു ഇൻസിഡന്റും കൂടെ പറയാമെന്ന് തോന്നുന്നു. അത് രസകരമായ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പുള്ളി ആദ്യം വന്നപ്പോൾ സ്റ്റഡി ക്യാം ഓപ്പറേറ്റേഴ്സ് പൊതുവെ നല്ല ഇത്രയും വെയിറ്റ് എടുക്കുന്നുണ്ട്, നല്ല സൈസും ഇതൊക്കെ ആയിട്ടുള്ളവരാണ്. അപ്പൊ അക്കൂട്ടത്തിൽ തന്നെ രാജാറാം പുള്ളിയും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു, വളരെ സീരിയസ് ആണ്. ഞാൻ കണ്ടിട്ടുള്ള മിക്ക സ്റ്റഡി ക്യാം ഓപ്പറേറ്റേഴ്സും പെട്ടെന്ന് ദേഷ്യം വരും. അവര് ചിലപ്പോൾ പുതിയ ആക്ടേഴ്സ് ആണെങ്കിൽ ആക്ടേഴ്സിനോടൊക്കെ ചൂടാവും കറക്റ്റ് മാർക്കിൽ വന്നില്ലെങ്കിൽ. കാരണം അത്രയും വെയിറ്റ് എടുത്ത് ചെയ്യുന്ന ഒരു വർക്കായുണ്ട്. ഫോക്കസ് പുള്ളറോട് അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ഫോക്കസ് പുള്ളർ ഉണ്ടാവും, അവരോട് എപ്പോഴും ചൂടാവും. ഫോക്കസ് തെറ്റിയിട്ട് എങ്ങനെയും ഷോട്ട് വീണ്ടും എടുക്കേണ്ടി വന്ന. അപ്പൊ ഇത്തരത്തിലൊക്കെ മഹാ ടെററായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങളെല്ലാവരും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനൊക്കെ പേടിയാണ് പുള്ളിയോട് എന്തെങ്കിലുമൊക്കെ പറയാൻ. അപ്പൊ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ 2-3 ദിവസം കഴിഞ്ഞു, കുഴപ്പമില്ല, പുള്ളി തന്നെ കയറി ഡയറക്റ്റ് ഒക്കെ ചെയ്യും. ഇടയ്ക്ക് ആക്ടേഴ്സിന്റെ പൊസിഷനൊക്കെ പുള്ളി പറഞ്ഞു, അല്ല അവിടെ നിങ്ങൾ വരണ്ട, നിങ്ങൾ ഇവിടെ വന്നാൽ മതി എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ രസമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. കുഴപ്പമില്ല, നമ്മൾ എന്നാലും നമുക്ക് വേണ്ട ഔട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രാത്രി ഷൂട്ട് നടക്കുകയാണ്. അപ്പം ഇതില് പിള്ളേരെ അടി കൂടിയിട്ട് അതിൽ നിന്ന് ഒരാൾ എണീറ്റ് വീടിന്റെ ഫ്രണ്ടിലേക്ക് പോകുന്ന ഒരു ലോങ് ഷോട്ടാണ്. അപ്പം നമ്മൾ അവിടെ എല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തു. കരിയിലയും കാടും ഒക്കെയാണ്. അയാൾക്ക് പോകാനുള്ള ഒരു വഴിയെല്ലാം കൃത്യമായിട്ട് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് അതൊക്കെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി. ചെറിയ കുറ്റിക്കാടും അതെല്ലാം വെട്ടിക്കളഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറിയൊരു എന്തോ ഒരു പുറ്റ് അവിടെ ഉണ്ടായിരുന്നു. അത് എന്തോ ഉറുമ്പിന്റെയോ അങ്ങനെ എന്തോ ആണ്, ചെതൽപുറ്റ് പോലെ എന്തോ ആണ്. അപ്പം അതൊരു ജസ്റ്റ് ഇങ്ങനെ കാലുകൊണ്ട് ഞങ്ങളിങ്ങനെ തട്ടി നോക്കി. അതിനിത്തിരി തട്ടിയിട്ടൊന്നും പോകുന്നില്ല. ഇത് എടാ ഇത് കൊണ്ടുവന്ന് എന്തെങ്കിലും വെച്ച് കൊത്തിക്കള
എന്നൊക്കെ ഇങ്ങനെ ഡയറക്ടർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി അതൊന്നും വേണ്ട, ഞാനത് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഷോട്ട് എടുത്തു. ഫസ്റ്റ് ടേക്ക് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് വരെ അത് കട്ടായി, അത് ഓക്കെ ആയില്ല. സെക്കൻഡ് ടേക്ക് പോയി, സെക്കൻഡ് ടേക്ക് തർക്കിച്ച് അടി കൂടുന്ന എല്ലാം റെഡിയായി. നേരെ അവൻ അവിടെ നിന്ന് എണീറ്റു, സ്റ്റഡി ക്യാം അങ്ങനെ ഫോളോ ചെയ്ത് 2 സ്റ്റെപ്പ് മൂവ് ചെയ്തപ്പോഴേക്കും ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്ന കാഴ്ച ഈ സ്റ്റഡി ക്യാമും ക്യാമറയായിട്ട് പുള്ളി അമ്മേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വീഴ്ചയാണ്. അപ്പൊ എനിക്ക് അയാളുടെ ഒച്ച അമ്മേന്ന് ഇത്ര നേരം നമ്മൾ കണ്ട ആളുടെ ക്യാരക്ടർ പെട്ടെന്ന് എനിക്ക് ബ്രേക്കായി. പെട്ടെന്ന് അമ്മേന്ന് വിളിച്ച് അയാൾ വീണപ്പോ എനിക്ക് ക്യാമറ എടുക്കാനോ എന്ത് പറ്റി നോക്കി, സത്യം പറഞ്ഞാൽ ഭയങ്കര ചിരിയാണ് വന്നത്. ഞാൻ മുഖത്ത് കൈ വെച്ചിട്ട് നേരെ അവിടെ നിന്ന് മാറിപ്പോയി. പിന്നെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ക്യാമറ താഴെ വീണ് അതിന്റെ വ്യൂ ഫൈൻഡർ പൊട്ടിപ്പോയി, അതിന്റെ കണക്ഷൻ പൊട്ടിപ്പോയി. അതുപോലെ ക്യാമറയ്ക്ക് വേറെ എന്തോ സ്ക്രാച്ചും പരിപാടികളും വന്നിട്ടുണ്ട്. ഓപ്പറേറ്റർ ആണെങ്കിലും ആകെ ഒന്ന് പതറിപ്പോയി. ഇത്രയും ദിവസത്തെ ഒരു രീതിയിലായിരുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം ഞങ്ങൾ ലെയ്ത്തിലൊക്കെ പോയി ഒരു പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വ്യൂ ഫൈൻഡർ വീണ്ടും ഫിക്സ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ ഷൂട്ട് തുടർന്നത്. പക്ഷെ അന്നത്തേന് ശേഷം സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ രാജാറാം ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട്, ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പറെ പോലെ ഭയങ്കരമായിട്ട് ജെല്ലാവാൻ തുടങ്ങി. പുള്ളി സ്റ്റഡി ക്യാം ഇല്ലാത്ത സമയത്ത് പോലും ഞങ്ങളുടെ കൂടെ വന്ന് മറ്റു ഷൂട്ടിംഗ് സമയങ്ങളിൽ എന്തെങ്കിലും ഹെൽപ്പുകളൊക്കെ ചെയ്യുക, നല്ലൊരു ബന്ധമായി. പിന്നീട് അങ്ങനെ ഞങ്ങൾ വീണ്ടും പിന്നീടുള്ള സിനിമകളിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. അപ്പൊ അങ്ങനെ ലൊക്കേഷനെല്ലാം റെഡിയായി, നമ്മൾ ലൊക്കേഷനെല്ലാം വേണ്ട പോലെ സെറ്റ് ചെയ്തു. അടുത്തത് ഈ പറയുന്ന ആക്ടേഴ്സിനെ നമ്മൾ ലൊക്കേഷനിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ചെറിയൊരു സിനിമ ആയതുകൊണ്ട് തന്നെ നമുക്ക് സമയം വെറുതെ കളയാനുണ്ടായിരുന്നില്ല. കാരണം നമുക്ക് ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടൂറിസ്റ്റ് ബസ്, കല്യാണത്തിനൊക്കെ പോകുന്ന പോലെ ഒരു ബസ് വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്തത് 1 മാസത്തേക്ക്. അപ്പോൾ ഒരു 6-7 പോയിന്റുകൾ ഉണ്ടാവും, ഓരോരുത്തർക്ക് ഓരോ സ്ഥലം കൊടുക്കും. നിങ്ങൾക്ക് എത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പറയുക, അവിടെ നിന്ന് ഒരു 5-6 പേരായിട്ട് കൂട്ടം ഉണ്ടാവും. ഓരോരുത്തരെ അവർ ആ ബസ്സിൽ നിർത്തി കയറ്റി അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും ഒരു ലൊക്കേഷനിൽ നിന്ന് കയറും. യൂണിറ്റിന്റെ ആൾക്കാരടക്കം ആ ബസ്സിലുണ്ടാവും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ഒരു ലൊക്കേഷനേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് യൂണിറ്റ് ബസ് സ്ഥിരമായിട്ട് ലൊക്കേഷനിൽ തന്നെയാണ് ഇടാറ്. ലൈറ്റ്സും എല്ലാം തന്നെ അവിടെ തന്നെയാണ് കീപ്പ് ചെയ്യാറ്. അതേപോലെ ഞങ്ങളൊരു 5 പേര്, ഒരു പുണ്ടോ ഫിയറ്റിന്റെ ഒരു കാർ ഉണ്ടായിരുന്നു ഡയറക്ടറുടെ തന്നെ. അപ്പൊ ആ ഒരു കാറിൽ ഞാൻ ഡ്രൈവ് ചെയ്യും, ഡയറക്ടർ ഉണ്ടാവും കൂടെ, രാജേഷ് ഉണ്ടാവും, പിന്നെ ഒന്നെങ്കിൽ അസോസിയേറ്റ് ശങ്കറോ അർജുനോ അല്ലെങ്കിൽ വിഷ്ണു, ഇങ്ങനെ ആരെങ്കിലും ഒരാളും കൂടെ, അജയ്, അങ്ങനെ ഏതെങ്കിലും ഒരു അസോസിയേറ്റും കൂടെ ഞങ്ങളുടെ കൂടെ വരും. ഞങ്ങളൊരു 4-5 പേരായിട്ട്. അപ്പൊ അതായിരുന്നു ഒരു ഡെയിലി പ്രോസസ്സ് കുറേ ദിവസങ്ങളിലേക്ക്. അപ്പൊ രാവിലെ ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കാണാം നമ്മുടെ പല ടീമിലുള്ള ആക്ടേഴ്സും അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും റോട്ടിൽ പല പോയിന്റിൽ വണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പൊ അവരെല്ലാവരെയും നോക്കി ഒരു ഹോൺ അടിച്ച് പോകുന്നതാണ് ഒരു സ്ഥിരം രീതി. ഞങ്ങളങ്ങനെ അവിടെ എത്തി ഒരു ചെറിയ ചായ എന്തെങ്കിലും വന്നിട്ടുണ്ടാവുമെങ്കിൽ അതൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അവരുടെ ബസ് എത്തും. നമ്മൾ ശരിക്കും ഒരു സ്കൂൾ ബസ് ഇറങ്ങി പിള്ളേര് സ്കൂളിലേക്ക് കയറി വരുന്ന പോലെ ഞങ്ങൾ അവിടെ വീടിന്റെ ഫ്രണ്ടിൽ സ്റ്റെപ്പിലോ എവിടെയെങ്കിലൊക്കെ ആയിട്ട് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യും. ഇവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറി വരും, ഓരോരുത്തർ ഇങ്ങനെ ഗുഡ് മോർണിംഗ് പറഞ്ഞിങ്ങനെ കയറി പോകും. അപ്പൊ ആ രീതിയിലെല്ലാം ഇങ്ങനെ ഷൂട്ടിങ് നല്ലപോലെ മുന്നോട്ട് പോയി. നമ്മൾ വിചാരിച്ചതിലും വളരെ മുന്നേ ആയിട്ട് 23 ദിവസം കൊണ്ട് ഷൂട്ടിംഗ് തീർത്തു. അതിൽ തന്നെ 1-2 ദിവസം നമ്മൾ ചില റീഷൂട്ടുകളായിരുന്നു. അപ്പൊ അത് കുറച്ച് കഴിഞ്ഞാൽ ഏറെക്കുറെ 20-21 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ രസകരമായിട്ട് ഷൂട്ടിംഗ് ഉള്ളവരും ഇല്ലാത്തവരും എല്ലാ ദിവസവും അവിടെ വരും, ഒന്നിച്ച് ഭക്ഷണം കഴിക്കും, നമ്മൾ ഷൂട്ട് ചെയ്യും, തമാശകൾ പറഞ്ഞ് വൈകുന്നേരം പിരിയും. ഇവർ പോകുന്ന ബസ്സിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടത് തിരിച്ചു പോകുമ്പോൾ പാട്ടും ഡാൻസ് ഒക്കെ ആണെന്നാണ്. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ രീതിയിലെല്ലാം നമ്മൾ ആ ഷൂട്ട് വളരെ രസമായിട്ട് ഫിനിഷ് ചെയ്തു. അപ്പോൾ അവസാന ദിവസം നമ്മളൊരു അവിടെ ഒരു പാക്കപ്പ് പാർട്ടി എല്ലാം നടത്തുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞ് പല വഴിക്ക് പോയി. സിനിമ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോയി. ഞങ്ങൾക്ക് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആ വഴിക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോഴും ആ കാർ എടുത്തിട്ട് ആ റൂട്ടിലൂടെ എല്ലാം പോവും, ഇത് ഷൂട്ട് ചെയ്ത വീട്ടിൽ പോവും, രാജേന്ദ്രേട്ടനെ കാണും. അപ്പോൾ പുള്ളി അന്ന് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് പോയപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ആളന്നേ ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കാറ്, ഇപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ കുറച്ച് നാള് നമ്മൾ അവരുടെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു അതിപ്പോൾ വല്ലാത്തൊരു മിസ്സിങ് ആയി. കാരണം ഇപ്പൊ ഒറ്റയ്ക്ക് ആൾക്ക് താമസിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്നു. കാര്യം നിങ്ങളൊക്കെ ഉള്ളപ്പോൾ ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മുടെ കൂടെ തന്നെയാണ് ആൾ ഭക്ഷണം കഴിക്കുന്നതും ടൈം മൊത്തത്തിൽ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം. അപ്പോൾ
അത് വല്ലാത്തൊരു മിസ്സിങ് ആയിട്ട് പുള്ളിക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് ഭയങ്കര ഒരു ഇതായി അനുഭവമായിരുന്നു നമുക്കത് കേൾക്കുന്നതും. കാര്യം ഷൂട്ടിങ്ങുകാർ പോയിട്ട് പലരും വീട്ടുകാർ പരാതി പറയുന്നതാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ച് പുള്ളി വല്ലാതെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള പോലെയാണ് പറഞ്ഞത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാറുണ്ട് ആ സ്ഥലം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഈ വർഷത്തിൽ പുള്ളി നമ്മളെ വിട്ട് പോവുകയാണ് ഉണ്ടായത്, രാജേന്ദ്രേട്ടൻ. മാത്രമല്ല ആ വീടും ഇപ്പോൾ ഇല്ല, അത് പൊളിച്ച് അവിടെ ഇപ്പോൾ വേറൊരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയെല്ലാമാണ് തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറയുന്ന നാഷണൽ അവാർഡും മറ്റ് സ്റ്റേറ്റ് അവാർഡുകളെല്ലാം നേടിയ ഒരു, ഞങ്ങൾ നല്ലത് എന്ന് വിശ്വസിക്കുന്നു, അത്തരത്തിലുള്ളൊരു സിനിമ ചെയ്തെടുക്കാൻ പറ്റിയത്. അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു പ്രോസസ്സ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു അവസരവും ഒരു ഭാഗ്യമായിട്ട് തന്നെ കാണുകയാണ്. അപ്പോൾ അതുപോലൊരു സിനിമ ഇനി ഈ ഒരു രീതിയിൽ ഇത്തരത്തിലൊരു ബോണ്ടിങ്ങിൽ ഒരു ഫാമിലി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്ത പോലെ ഒരു സിനിമ ഇനി ചെയ്യാൻ പറ്റുമോ എന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം.